വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന കൽക്കി 2898 AD എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നടി ദീപിക പദുക്കോൺ ഉണ്ടാകില്ലെന്ന് നിർമ്മാതാക്കളായ വൈ ജയന്തി മൂവീസ് പ്രഖ്യാപിച്ചു. പ്രതിഫലവും ജോലി സമയവും സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് നടി ദീപിക പദുക്കോണിനെ കൽക്കി 2898 ADയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ദീപിക പദുക്കോൺ ആദ്യ ഭാഗത്തിന് ലഭിച്ച പ്രതിഫലത്തേക്കാൾ 25% കൂടുതൽ ആവശ്യപ്പെട്ടതായാണ് വിവരം. അതോടൊപ്പം ഓരോ ദിവസത്തെയും ഷൂട്ടിംഗ് സമയം 7 മണിക്കൂറായി കുറയ്ക്കണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു. കൽക്കി AD എന്ന സിനിമ ഇതിനേക്കാൾ കൂടുതൽ പരിഗണന അർഹിക്കുന്നുവെന്ന കുറിപ്പോടെയാണ് നിർമ്മാതാക്കൾ പ്രസ്താവന പങ്കുവച്ചത്. ആദ്യ ഭാഗത്തിന് ആവശ്യപ്പെട്ടതിനേക്കാൾ 25% കൂടുതൽ പ്രതിഫലം താരം ആവശ്യപ്പെട്ടുവെന്നും ജോലി സമയം 7 മണിക്കൂറായി കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൽക്കി ഹെവി VFX ചിത്രമായതിനാൽ തന്നെ 7 മണിക്കൂറിലേറെ സമയം ചിലവഴിക്കേണ്ടി വരുമെന്നും അതിനാൽ ക്ഷീണമകറ്റുന്നതിനായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആഡംബര ഹോട്ടലിൽ താമസവും നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ദീപിക അത് നിരസിക്കുകയും അവരുടെ 25 പേരടങ്ങുന്ന പരിചാരക സംഘത്തിന് 5 സ്റ്റാർ താമസവും ഭക്ഷണവും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ സംഘത്തിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താരം തയ്യാറായില്ല. ആദ്യ ഭാഗം ദീപികയുമൊത്ത് ചെയ്തെങ്കിലും തുടർന്ന് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കൽക്കി 2898 AD പോലെയൊരു ചിത്രം കുറെ കൂടി അർപ്പണബോധം അർഹിക്കുന്നുണ്ടെന്നും താരത്തിന്റെ ഭാവി ചിത്രങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് അവർ കുറിച്ചു.